നമസ്കാരം, മീറ്റി മലയാളത്തിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുമ്പോൾ കമ്പനികളുടെ വലുപ്പത്തെക്കാൾ ഉപരി അവയുടെ സാമ്പത്തികമായ കരുത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. സാധാരണയായി ലാർജ് ക്യാപ് സുരക്ഷിതമാണെന്ന് കരുതപ്പെടുമെങ്കിലും അവയുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി കൃത്യമായി മനസ്സിലാക്കാൻ ചില പ്രത്യേക മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. ഇത്തരത്തിൽ ഒരു കമ്പനിയുടെ ലാഭക്ഷമതയും പ്രവർത്തന മികവും അളക്കാൻ സഹായിക്കുന്ന വിശ്വസനീയമായ ഒരു രീതിയാണ് പിയോട്രോസ്കി സ്കോർ. അക്കൗണ്ടിംഗ് പ്രൊഫസറായ ജോസഫ് പിയോട്രോസ്കി രൂപകൽപ്പന ചെയ്ത ഒരു സാമ്പത്തിക വിശകലന ഉപാധിയാണ് പിയോട്രോസ്കി സ്കോർ. ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം സുരക്ഷിതമാണ് എന്നും ആ കമ്പനി ഒരു നല്ല മൂല്യാധിഷ്ഠിത നിക്ഷേപമാണോ എന്ന് തിരിച്ചറിയാൻ നിക്ഷേപകരെ സഹായിക്കുകയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 0 മുതൽ 9 വരെയുള്ള പോയിന്റുകളാണ് ഇതിൽ നൽകുന്നത്. ഉയർന്ന സ്കോർ കമ്പനിയുടെ ശക്തമായ സാമ്പത്തിക അടിത്തറയാണ് സൂചിപ്പിക്കുന്നത്. ലാഭക്ഷമത, കടബാധ്യതയും പണലഭ്യതയും പ്രവർത്തനക്ഷമത എന്നിങ്ങനെ 3 പ്രധാന മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 9 ഘടകങ്ങളാണ് ഈ സ്കോറിൽ പരിശോധിക്കുക. ആദ്യത്തേതായ ലാഭക്ഷമതയിൽ അഥവാ പ്രോഫിറ്റബിലിറ്റിയിൽ കമ്പനിയുടെ ആസ്തികൾ ലാഭം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് സൂചിപ്പിക്കുന്ന പോസിറ്റീവ് റിട്ടേൺ ഓൺ അസറ്റ്, പ്രധാന ബിസിനസ്സുകളിൽ നിന്നുള്ള പണമൊഴുക്ക് അഥവാ പോസിറ്റീവ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, മുൻവർഷത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ROA, റിപ്പോർട്ട് ചെയ്ത ലാഭത്തെക്കാൾ ഉയർന്ന പണമൊഴുക്ക് എന്നിവയാണ് പരിശോധിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗമായ കടബാധ്യതയും പണലഭ്യതയും അഥവാ ലിവറേജ് ആൻഡ് ലിക്വിഡിറ്റിയിൽ ദീർഘകാല കടബാധ്യതകൾ കുറയുന്നത് വഴിയുള്ള സാമ്പത്തിക സുരക്ഷിതത്വം, ഹ്രസ്വകാല ബാധ്യതകൾ തീർക്കാനുള്ള ശേഷി അളക്കുന്ന മെച്ചപ്പെട്ട കറണ്ട് റേഷ്യോ, പുതിയ ഓഹരികൾ വിപണിയിലിറക്കി നിലവിലുള്ള ഓഹരി ഉടമകളുടെ മൂല്യം കുറയ്ക്കാതിരിക്കുക എന്നിവയൊക്കെയാണ് ഉൾപ്പെടുന്നത്. അവസാനമായി പ്രവർത്തനക്ഷമത അഥവാ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി അളക്കുന്നതിനായി മികച്ച ലാഭവിഹിതവും ചെലവ് നിയന്ത്രണവും വെളിവാക്കുന്ന ഉയർന്ന ഗ്രോസ് മാർജിൻ, ആസ്തികൾ ഉപയോഗിച്ച് കൂടുതൽ വരുമാനം സൃഷ്ടിക്കാനുള്ള കമ്പനിയുടെ കഴിവ് വ്യക്തമാക്കുന്ന ഉയർന്ന അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്നിവയും കണക്കിലെടുക്കുന്നുണ്ട്. പിയോട്രോസ്കി സ്കോർ വിലയിരുത്തുമ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ മാനദണ്ഡത്തിനും ഓരോ പോയിന്റ് വീതമാണ് നൽകുക. ഇതനുസരിച്ച് 0 മുതൽ 9 വരെയുള്ള സ്കോറുകളിൽ 8 അല്ലെങ്കിൽ 9 ലഭിക്കുന്നത് കമ്പനിയുടെ മികച്ച സാമ്പത്തിക ഭദ്രതയും ലാഭകരമായ ഒരു മൂല്യാധിഷ്ഠിത നിക്ഷേപത്തിനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ 0 മുതൽ 2 വരെയുള്ള കുറഞ്ഞ സ്കോറുകൾ കമ്പനിയുടെ ദുർബലമായ സാമ്പത്തിക അടിത്തറയെയും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെയും കാണിക്കുമ്പോൾ 3 മുതൽ 7 വരെയുള്ള ശരാശരി സ്കോറുകൾ ആ കമ്പനിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള പഠനം ആവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. വിപണിയിൽ യഥാർത്ഥ മൂല്യത്തെക്കാൾ കുറഞ്ഞ വിലയിൽ ലഭ്യമായ ഓഹരികൾ അഥവാ അണ്ടർവാല്യൂഡ് സ്റ്റോക്സ് തിരയുന്ന നിക്ഷേപകർക്ക് ഈ സ്കോർ ഏറെ പ്രധാനമാണ്. ഈ 9 മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബിസിനസ്സുകളെ തിരിച്ചറിയുന്നതിലൂടെ വിപണിയിലെ മറ്റ് ഓഹരികളെക്കാൾ ഉയർന്ന ലാഭം നൽകാൻ സാധ്യതയുള്ള നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാൻ നിക്ഷേപകർക്ക് സാധിക്കും. ലാർജ് ക്യാപ് വിഭാഗത്തിൽ പെർഫെക്റ്റ് 9 പിയോട്രോസ്കി സ്കോർ നേടിയ 2 പ്രമുഖ ഫാർമ കമ്പനികളുണ്ട്. അവ ഏതാണെന്ന് കൂടെ മനസ്സിലാക്കാം. 4 ലക്ഷം കോടി രൂപയിലധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ആദ്യത്തേത്. 100-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ഈ കമ്പനി US ജനറിക് മരുന്ന് വിപണിയിലെ 13ാമത്തെ വലിയ ബ്രാൻഡ് കൂടിയാണ്. ജനറിക് മരുന്നുകൾ, ബ്രാൻഡഡ് ജനറിക്കുകൾ, ഇന്നോവേറ്റീവ് മരുന്നുകൾ, API എന്നിവ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തൈലങ്ങൾ, ദ്രാവക രൂപത്തിലുള്ള മരുന്നുകൾ, ടാബ്ലറ്റുകൾ, ഇഞ്ചക്ഷനുകൾ, ക്യാപ്സൂളുകൾ എന്നിങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ള 40 നിർമ്മാണശാലകൾ കമ്പനിക്കുണ്ട്. ആഗോള സാന്നിധ്യം മാത്രമല്ല സൺഫാർമയെ സവിശേഷമാക്കുന്നത്, അതിന്റെ ഗവേഷണ വികസന മികവ് കൂടിയാണ്. 2026 സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിൽ സൺഫാർമ ഏകദേശം 15,469 കോടി രൂപയുടെ മൊത്തം വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇതിൽ 28% വിഹിതം, അതായത് ഏകദേശം 4,250 കോടി രൂപ US വിപണിയിൽ നിന്നുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 6.2% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയിൽ നിന്നുള്ള വരുമാനം 32%, അതായത് ഏകദേശം 4,999 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇത് 16.2% വാർഷിക വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. വളർന്നു വരുന്ന വിപണികളിൽ നിന്നുള്ള വിൽപ്പന 28.3% വർദ്ധിച്ച് 2,999 കോടി രൂപയിലും എത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന്റെ 20.8% വർധനവുണ്ടായപ്പോൾ API വിഭാഗത്തിൽ വിൽപ്പനയിൽ 4% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2021 - 2025 ഇടയിൽ കമ്പനിയുടെ ഗവേഷണ വികസന ചിലവ് 2,150 കോടിയിൽ നിന്ന് 3,250 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇത് മൊത്തം വിൽപ്പനയുടെ ശരാശരി 6%. 2025 ഡിസംബർ 31 വരെ കമ്പനിക്ക്
666 ANDA അപേക്ഷകളുണ്ട്. ഇതിൽ 550 അംഗീകരിക്കപ്പെട്ടു. കൂടാതെ 3285 പേറ്റന്റ് അപേക്ഷകളിൽ 2515 അംഗീകാരം ലഭിക്കുകയും ചെയ്തു. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 9 മാസങ്ങളിൽ വിൽപ്പന 43,850 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അറ്റാദായം 9,651 കോടി രൂപയായും ഏർണിംഗ്സ് പെർ ഷെയർ 40 രൂപയായും വർദ്ധിച്ചു. ലാർജ് ക്യാപ് കമ്പനിയായിട്ടും സൺ ഫാർമ 20.2% ROC ആണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇത് ഈ മേഖലയിലെ ശരാശരിയായ 15% കൂടുതലാണ്. കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് 0.94%. കടബാധ്യതയും വളരെ കുറവാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.07% ഉള്ളൂ. ഇനി വാല്യുവേഷൻ നോക്കിയാൽ ഈ ഓഹരി നിലവിൽ 33 ടൈംസ് PE അനുപാതത്തിലാണ് വ്യാപാരം നടത്തുന്നത്. ഇത് ഈ മേഖലയിലെ ശരാശരിയായ 27 ടൈംസിനേക്കാൾ കൂടുതലാണ്. പെഗ് റേഷ്യോ 1.7 ടൈംസ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് ഈ ഫാർമ ഭീമൻ അതിന്റെ സമകാലികരായ മറ്റ് കമ്പനികളെക്കാൾ ഉയർന്ന വിലയിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് എന്നാണ്. രാജ്യത്തെ മൂന്നാമത്തെ വലിയ ഫാർമ കമ്പനിയായ ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ആണ് അടുത്ത കമ്പനി. 1,34,945 കോടി രൂപ വിപണി മൂല്യമുള്ള ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസ് രാജ്യത്തെ മൂന്നാമത്തെ വലിയ ഔഷധ നിർമ്മാണ കമ്പനിയാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ദഹനപ്രക്രിയ, ചർമ്മരോഗങ്ങൾ, പ്രമേഹം, വേദന സംഹാരികൾ, നാഡീവ്യൂഹം, സ്ത്രീ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ബ്രാൻഡഡ് ജനറിക് മരുന്നുകളിലാണ് കമ്പനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് ജനറിക്കുകൾക്ക് പുറമെ US, യൂറോപ്പ് തുടങ്ങിയ വിദേശ വിപണികളിൽ പേറ്റന്റ് കാലാവധി കഴിഞ്ഞ മരുന്നുകളുടെ ജനറിക് പതിപ്പുകളും കമ്പനി എത്തിക്കുന്നുണ്ട്. കമ്പനിയുടെ വരുമാനത്തിന്റെ സിംഹഭാഗവും വരുന്നത് ഇന്ത്യൻ വിപണിയിൽ നിന്ന് തന്നെയാണ്. 2026 സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 1,798 കോടി രൂപയുടെ വരുമാനം ലഭിച്ചിട്ടുണ്ട്. ബ്രസീൽ, US, ജർമ്മനി എന്നിവയാണ് മറ്റ് പ്രധാന വിപണികൾ. ഇന്ത്യയിലെ ഹൃദയരോഗ, പ്രമേഹ ചികിത്സാ മേഖലയിൽ ടൊറന്റ് ഫാർമയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. 2022 ഏറ്റെടുത്ത ക്യുറേഷ്യ ഹെൽത്ത് കെയർ ചർമ്മരോഗ ചികിത്സാ വിഭാഗത്തിൽ കമ്പനി കൂടുതൽ കരുത്തരാക്കിയിട്ടുണ്ട്. ബ്രസീലിയൻ വിപണിയിൽ 60ഓളം പുതിയ മരുന്നുകൾ പുറത്തിറക്കാൻ കമ്പനി അനുമതിക്കായി കാത്തിരിക്കുകയാണ്. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 9 മാസങ്ങളിൽ വിൽപ്പന 14% വർദ്ധിച്ച് 9,783 കോടി രൂപയായി. അറ്റാദായം 25% വർധനവോടെ 1,774 കോടി രൂപയായി ഉയർന്നു. റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 27.1%. ഇത് ഈ മേഖലയിലെ ശരാശരിയേക്കാളും സൺഫാർമയേക്കാളും കൂടുതലാണ്. 0.8% കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ്. കടബാധ്യത 0.33% ആണെങ്കിലും കഴിഞ്ഞ പാദങ്ങളിൽ കമ്പനിയുടെ കടം ഗണ്യമായി കുറച്ചു കൊണ്ടുവരുന്നുണ്ട്. ഈ ഓഹരി നിലവിൽ 58 ടൈംസ് PE അനുപാതത്തിലാണ് വ്യാപാരം നടത്തുന്നത്. ഇത് മേഖലയിലെ ശരാശരിയായ 27 ടൈംസിനേക്കാൾ വളരെ കൂടുതലാണ്. പെഗ് റേഷ്യോ 2.8 ടൈംസ് ആയതിനാൽ വളർച്ചാ സാധ്യതകൾ കണക്കിലെടുത്താൽ പോലും ഈ ഓഹരി ഉയർന്ന വിലയിൽ അഥവാ പ്രീമിയം വാല്യുവേഷനിലാണ് ലഭിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന വിൽപ്പനയും ലാഭവും, കുറഞ്ഞ കടബാധ്യത, വ്യവസായ ശരാശരിയേക്കാൾ ഉയർന്ന റിട്ടേൺ അനുപാതങ്ങൾ എന്നിവയാണ് ഈ രണ്ട് ഫാർമ ഭീമന്മാരെയും പെർഫെക്റ്റ് പിയോട്രോസ്കി സ്കോർ നേടാൻ സഹായിച്ചത്. എന്നിരുന്നാലും വാല്യുവേഷൻ, നിലവിലെ വിപണി സാഹചര്യം എന്നിവ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഈ ഓഹരികളെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവയുടെ ഭാവി പ്രകടനം നിരീക്ഷിക്കുന്നത് ഉചിതമായിരിക്കും. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല എന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.